തുടക്കത്തിലൊരു ഹാപ്പി മൂമെന്റ്സ് ആണെങ്കിലും വീടിൻ്റെ അവസാനം വന്നപ്പോൾ ഒരു സാഡ് മൂമെൻ്റ് ആയിപ്പോയല്ലേ. നമ്മുടെ ആക്ടർ മമ്മൂട്ടി പഠിച്ച സ്കൂളാണ്. ഇതാണ് കുടുംബ വീട്. ഇവിടെ തെങ്ങ് മുറിച്ചിട്ടുള്ള വഴിയായിരുന്നു അന്ന്. ഒരാഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. നമ്മൾ ഇന്ന് എൻ്റെ നാട്ടിൽ പോവുകയാണ്. And I pray, all I need are some better days. Looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me. 5:20 6 മണിയാകുമ്പോൾ എനിക്ക് എൻ്റെ വീടെത്തണം. എൻ്റെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും പിക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരത് 2 പേര്. അവളെങ്ങനെ ഉണ്ടടി? അതെ അതെ അതെ. എൻ്റെ നാട് വന്നിട്ട് കോട്ടയമാണ് കേട്ടോ. കോട്ടയം വൈക്കത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. വാവ ജനിച്ചിട്ട് നമ്മൾ അച്ഛമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു യാത്രയുണ്ട്. ഏകദേശം ഇവിടുന്ന് ഒരു 4.5 മണിക്കൂർ 5 മണിക്കൂർ യാത്ര ഉണ്ട്. അങ്ങനെ അതെ എൻ്റെ വീട്ടിലെത്തി. സമയം വന്നിട്ട് 6:20 കേട്ടോ. നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങിയതേ. അവർ ഫ്രണ്ടിൽ കയറി, ബാക്കിൽ അച്ഛനും അമ്മയും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ നമ്മുടെ നാട്ടിലോട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പട്ടത്തെത്തി കേട്ടോ. പട്ടം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെൻഡ്രൈവ് എടുത്തു. പെൻഡ്രൈവ് എന്ന് വെച്ചാൽ നമ്മുടെ കാർ റെക്കോർഡിംഗ് ആണല്ലോ, ഫുൾ 360 ഡിഗ്രി. അപ്പോൾ അതും കൂടി ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വെച്ചാൽ ലോങ് പോകയില്ലേ നമ്മൾ. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo. Got me coming back for more even. Yes, അങ്ങനെ ദേ നമ്മള് വൈക്കത്തെത്തി കേട്ടോ. വൈക്കത്തോ ആ ബാക്കിൽ കാണുന്നത് കുറച്ച് അങ്ങ് കാണുന്നില്ലേ, അത് നമ്മളെ വൈക്കം ക്ഷേത്രമുള്ള റിഫ്ലക്ഷൻ അല്ലേ. നല്ല വെയിലുണ്ട്. ചൂട് എത്രയാ? 34 ഡിഗ്രി ചൂട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11 നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് അറൗണ്ട് ഒരു 20 മിനിറ്റത്തെ യാത്ര ഉണ്ട് കേട്ടോ. തലയോലപ്പറമ്പ് അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം കൂടി അകത്ത് പോയേക്കാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അവർ ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ. നമ്മൾ എവിടെ എത്തിന്ന് പറഞ്ഞു വിടും. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിന്ന് പറഞ്ഞു കൊടുത്തു നോക്കളാ. ഏതൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ചവിട്ടി. ഇപ്പം നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. സ്ഥലങ്ങളൊക്കെ കണ്ടങ്ങ് ഇരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ ദിവസം കന്യാകുമാരി പോയിരുന്നു. എല്ലാം കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കുക. യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂളായിട്ട് ആളിരുന്നോളൂ. പോവാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ കേട്ടോ. നല്ല ചൂട് വെളി ഇറങ്ങിയപ്പം ലോക്ക് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് കാത്ത് കയറിയാണ്. അപ്പോൾ ഞാനും ഉണ്ട്. ഇങ്ങോട്ട് തിരിച്ചോ. നിധി ഉണ്ട്, അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വന്ന സ്ഥലം. വഴിയിൽ ഞാനൊന്ന് ഇറങ്ങി കേട്ടോ. ഇത് ആക്ച്വലി തമിഴ്നാട് തന്തൈ പെരിയാർ മ്യൂസിയം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു തന്തൈ പെരിയാർ മ്യൂസിയം വൈക്കത്താട്ടോ. നല്ല അടിപൊളിയായിട്ട് വൃത്തിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാനാണ് ഞാൻ ഇറങ്ങിയത്. ഇതാണ് വൈക്കം ജാനകിയുടെ വീട്. MGRൻ്റെ സ്റ്റാച്ചുവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അവിടെ എഴുതിയിട്ടുണ്ട്. ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ. ഫോക്കസ് അതെ MGR വൈക്കം ജാനകി ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ. തമിഴ്നാടിൻ്റെ ആണ് കേട്ടോ. ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. ഞാൻ സൂം ചെയ്ത് ഫേസ് കാണിച്ചു തരാം. ദേ നോക്കിക്കോ. ആരും താമസമൊന്നും കാണൂലേ? നമുക്കിനി അങ്ങോട്ടല്ലേ പോകാനല്ലേ? അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ അതെ നമ്മൾ എത്തിയതൊന്ന് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, അച്ഛൻ പഠിച്ച സ്കൂളല്ലേ ഇത്. അച്ഛൻ പഠിച്ച സ്കൂൾ. അതുപോലെ തന്നെ നമ്മുടെ ആക്ടർ മമ്മൂട്ടി പഠിച്ച സ്കൂളാണ് ഈ സ്കൂള്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്താണ്? കുലശേഖരമംഗലം. നമ്മളവിടെ ഉണ്ടല്ലേ ട്രിവാൻഡ്രത്ത് കുലശേഖരമംഗലം. അടിച്ച് ഫിറ്റായി ഉറക്കമായി. മമ്മൂട്ടി അറ്റൻഡ് ഗവൺമെൻറ് ഹൈസ്കൂൾ കുലശേഖരമംഗലം ഇൻ കോട്ടയം കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ വീടെത്താറായിട്ട് ഇനിയിപ്പോൾ ഈ വഴി കറങ്ങി വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. 2 വർഷം ബാക്ക് നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്, പക്ഷേ എല്ലാം നമ്മളെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. നമ്മുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയല്ലോ, ഹാർഡ് ഡിസ്ക് അടിച്ചു പോയപ്പോൾ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ റീഷൂട്ട് ചെയ്യുന്നത്. അന്ന് നമുക്ക് ഒരാളും കൂടി ഇല്ലായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് ഒരാളും കൂടി വന്നു. അപ്പോൾ നമ്മളിനിപ്പോൾ നേരെ കറങ്ങി അച്ഛാമ്മയുടെ അടുത്ത്. I got issues in my head. I like you in my bed, but you keep me on red. Oh. നമ്മളെ കുടുംബ വീട്ടിലോട്ടാണ് കേട്ടോ ഈ നടന്നു പോകുന്നത്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടു. ഇതാണ് കുടുംബ വീട്. നിധി 1-2 വട്ടം എന്താ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. പണ്ടത് ഇവിടെയൊന്നും ഇല്ലായിരുന്നു, ഇവിടെ വണ്ടിയൊന്നും കയറൂലായിരുന്നു. മറ്റേ തെങ്ങ് മുറിച്ചിട്ടുള്ള വഴിയായിരുന്നു ഒന്ന്. പണ്ടിത് ഇങ്ങനെയേ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര പച്ചപ്പും. ഇപ്പോഴും പച്ചപ്പിന് കുറവൊന്നുമില്ല, എന്നാലും വേറൊരു ഫീലായിരുന്നു. അപ്പോൾ അച്ഛമ്മയെ കാണിച്ച കേട്ടോ. അച്ഛമ്മയ്ക്ക് നല്ല വയസ്സായി. ഞാൻ ഒരു 4 വർഷമായെന്ന് തോന്നുന്നു, 4-5 വർഷമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. കരച്ചിൽ തുടങ്ങി ഭയങ്കരമായിട്ട്. കൊച്ചിനെ കണ്ടപ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണമെന്ന്. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. ഭയങ്കര ചൂടേ, രക്ഷയില്ല. അതവളെ കിടക്കാനുള്ള സാധനം, അവളെ ഫാൻ, ചൂട് ഭയങ്കര രക്ഷയില്ല. പക്ഷേ നിങ്ങൾ എന്നെ എങ്ങനെ കണ്ടതല്ലേ? ഇപ്പോൾ കൊച്ചുങ്ങളെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ കുടുംബ വീട് കണ്ടായിരുന്നല്ലോ. പിന്നെ കുടുംബക്കാരെ കാണിക്കാൻ വേണ്ടി അധികം ആർക്കും ഇവിടെ ഇല്ല കേട്ടോ. ചൂടുണ്ടോ? ഓക്കെ, ഫാനോട് സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലേ നമുക്ക് ഇടക്കാളൊക്കെ കൂടി ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടി ഫാനാട്ടോ, എല്ലാം കയ്യിലുണ്ട്. ചൂടൊട്ട് സൈക്കിൾ കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. 27 ഡിഗ്രി കുലശേഖരമംഗലം. അതെ, റെയിൻ ഷവർ. എന്ത് പറയാനെന്ന് നോക്കിയത്, ഇത് നോക്കിക്കേ. അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയൂ, മനസ്സോർന്ന് പറയൂ. നീ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്? അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, നമ്മളെല്ലാം കൂടി അപ്പുറത്തെ വീട്ടിലോട്ട് പോകാനാട്ടോ. അതെ, നിധി ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് നിധി എൻ്റെ പുറകെ ഉണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതേ നമ്മളെ വണ്ടി കിടക്കുന്നു. അതെ, അച്ഛൻ നമ്മളെ വരിക്കച്ചക്ക ഇടാൻ വേണ്ടി നോക്കിയത് ഏറ്റവും മുകളിൽ. അതെ, അച്ഛൻ്റെ കൂട്ടാനായിട്ട് സംസാരിക്കുക. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ. നേരെ മുകളിലൂടെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴേ ആ ഒരു ഇല കണ്ടോ? കണ്ണും മൂക്കും വായു ഉള്ള പോലെ ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ആ ഇല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട്, 2 കണ്ണും സ്മൈൽ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് അത് കണ്ടോ? അപ്പോൾ അതേ സമയം വൈകുന്നേരം 5 മണി ആയി കേട്ടോ. നമ്മളിത് തിരിച്ചു. ഇവിടെ നമ്മൾ നേരത്തെ അച്ഛൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു. ഇത് പണ്ട് തയ്യൽ മെഷീൻ ഷോപ്പായിരുന്നു അമ്മ. നമ്മളത് ഇവിടുന്ന് കോഴിമുട്ട താറാവ് മുട്ട മേടിച്ച കേട്ടോ. ഞാൻ വേറൊരു കാര്യം കാണിച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് നോക്കിക്കേ. പക്ഷെ എൻ്റെ ആകുമ്പോൾ ഫുൾ താമര നട്ടേക്കണം, അറ്റം വരേക്ക്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ താമര നട്ടേക്കുന്നത്. അടിപൊളിയല്ലേ? ഇതുണ്ടോ? മൊത്തം അറ്റം വരെ താമര. ആ സ്കൈ നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ടല്ലേ? അങ്ങനെ സമയം വന്നിട്ട് 9:42. ഏകദേശം ഒരു 3/4 മണിക്കൂറോടെ നമ്മളെ വീടെത്തും. അത് എൻ്റെ വീടെത്തും. പിന്നെ അവിടെ നിന്നാണ് നിധിയുടെ വീട്ടിൽ പോകേണ്ടത്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ ഒരാളത് നോക്കിക്കേ, ഷവർമ്മ പൊതിഞ്ഞ് വെച്ചേക്കാണ്. പെരി മന്തി, പിന്നെ കരിയും നമ്മൾ ഇറക്കുന്നു. അപ്പോൾ സമയം വന്നിട്ട് 11:50 കേട്ടോ. എൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അമ്മയും ഡ്രോപ്പ് ചെയ്തു. പോകുന്ന വഴിക്ക് നമുക്ക് പേയാടുന്ന് ഷാർജ വാങ്ങിച്ചു കേട്ടോ.
സമയം 12 പോകുന്നു. അപ്പം ഞാനും നിധിയായിട്ട് ഷാർജയും കുടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നിധി അയ്യോ എവിടെ കണ്ടുകൂടാ. ഭയങ്കര തണുപ്പല്ലേ, AC തണുപ്പ്. ആളിതേ അവിടെ കിടപ്പുണ്ട് കേട്ടോ, ലൈറ്റ് ഇടാൻ വേണ്ടി പറ്റൂല. കുറച്ചു നേരം മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടത് ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയതാണ്. അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ഉണ്ട്. ജസ്റ്റ് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എടുക്കുന്നൊരു വീഡിയോ ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് വന്നു, കോട്ടയത്തേക്ക്. ഇന്ന് രാവിലെ തിരിച്ച് ഞാനിവിടെ എത്തി. ഓക്കെ, അപ്പോൾ സമയം വന്നിട്ട് 5:08 കേട്ടോ. അങ്ങനെ ഇറങ്ങി, സെക്കൻഡ് ഡേ ടു കോട്ടയം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ കുടുംബ വീട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ നടയിലാണ് ഞാൻ വണ്ടി ഒതുക്കി വയ്ക്കുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊച്ചിനെ കണ്ടതിന് ശേഷം അച്ചമ്മയ്ക്ക് വയ്യാണ്ടായി. കൊച്ചിനെ കണ്ട് നമ്മൾ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് വയ്യാണ്ടായി, സീരിയസ് ആയി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഹോസ്പിറ്റലൈസ്ഡായി ഒരാഴ്ച കഴിഞ്ഞ സമയം, ഒരാഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അച്ചാമ്മ പോയി. കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടിരുന്ന പോലെ ഒരു ഫീല്. സത്യം പറഞ്ഞ ഒരു ഭാഗ്യമെന്ന് വെച്ചാൽ അച്ചാമ്മയ്ക്ക്, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ, അച്ചാമ്മ പോകുന്നതിന് മുന്നേ തന്നെ ചെറുകുട്ടിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി. അതിന് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം 6 മാസം കഴിഞ്ഞ് ശബരിമലയിലാണ് നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശബരിമലയെ കൊണ്ടുപോയി ചോറ് കൊടുത്തതിന് ശേഷം അച്ചാമ്മയെ കൊണ്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാവയും കൊണ്ട് ഇവിടെ വന്നത്. നമ്മൾ അതുവരെ വെച്ച് നീട്ടിയിരുന്നുവെങ്കിൽ അച്ചാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂലായിരുന്നു. പിന്നെ ഒരിക്കലും നമുക്ക് ആ ഈ സാധനം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈ സിറ്റുവേഷൻ എന്തോ ഭാഗ്യത്തിന് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ അച്ചാമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് കോട്ടയത്തോട്ട് വരുന്നത്, നാട്ടിലോട്ട് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ട്രിവാൻഡ്രത്താണ് ജനിച്ച് വളർന്നത്, ഫുള്ളും ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓർമ്മകൾ മൊത്തം അച്ചാമ്മയെ കാണാൻ വേണ്ടി വരുന്നതും കുടുംബ വീടും അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു. കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ച സമയത്ത് അച്ചാമ്മയുടെ സന്തോഷവും സങ്കടവും, കുറേ സങ്കടമൊക്കെ പറഞ്ഞ് കൊച്ചിനെ കാണാൻ വേണ്ടി പറ്റിയല്ലോ, അതിന് ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു, കരഞ്ഞു. ഇനി വേറെ ഒന്നും കാണണ്ട, ഇനി ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് അച്ചാമ്മ അന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഒന്നും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലൈസ്ഡായി. പിന്നെ അച്ചാമ്മ നമ്മൾ വീട്ടിൽ പോയി. ഒരു സങ്കടമുണ്ട്, നമുക്ക് വല്ലാത്തൊരു ഫീലായി പോയാട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ബാക്കി ചടങ്ങുകൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വെച്ചാൽ 16 കേട്ടോ. മരണത്തിന് വിഷ്വൽ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. തുടക്കത്തിലൊരു ഹാപ്പി മൂമെൻറ്റ്സ് ആണെങ്കിലും വീഡിയോയുടെ അവസാനം വന്നപ്പോൾ ഒരു സാഡ് മൂമെൻ്റ് ആയിപ്പോയല്ലേ. നമ്മളും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, മനുഷ്യരുടെ കാര്യമല്ലേ. എല്ലാം പെട്ടെന്ന് ഇന്ന് നമ്മൾ ഉറങ്ങി നാളെ എഴുന്നേറ്റു. അതാണല്ലോ ഇപ്പോൾ നമ്മളെയൊക്കെ സിറ്റുവേഷൻസ്.